ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒരു ഇടവേളയ്ക്ക് ശേഷം ട്രാൻസ്ഫർ റൗണ്ടപ്പ് വീണ്ടും ആരംഭിക്കുകയാണ്. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 57ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 20 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ താരം അത് മാർക്കോസ് സനസിയാണ്. അർജന്റീൻ പ്രതിരോധ നിര താരമായ സനസിയിൽ ഒരുപാട് വമ്പൻ ക്ലബ്ബുകൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ യുവന്റസും ഡോർട്ട്മുണ്ടും താരത്തെ സമീപിച്ചിരുന്നു. എന്നാൽ ഈ രണ്ട് പേരുടെയും ഓഫർ സനസി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ തന്നെ തുടരുന്നതിനാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ താരം അത് ആൻഡ്രൂ റോബർട്ട്സൺ ആണ്. ലിവർപൂൾ സൂപ്പർ താരമായ ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി 2 ക്ലബ്ബുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ടോട്ടൻഹാമിന് താരത്തിൽ താല്പര്യമുണ്ട്. അതേസമയം സ്കോട്ടിഷ് ക്ലബ്ബായ സെൽറ്റിക്കിനും താരത്തിൽ താല്പര്യമുണ്ട്. എന്നാൽ എങ്ങോട്ട് പോകണം എന്ന കാര്യത്തിൽ റോബർട്ട്സൺ ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇനി മൂന്നാമത്തെ താരം അത് ലെവിസ് ഹാൾ എന്ന താരമാണ്. ന്യൂകാസിൽ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്ന ലെഫ്റ്റ് ബാക്ക് ആണ് ഇദ്ദേഹം. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി നിരവധി വമ്പൻ ക്ലബ്ബുകൾ രംഗത്ത് വന്നു കഴിഞ്ഞു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി, ആഴ്സണൽ, മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ, FC ബാഴ്സലോണ, റയൽ മാഡ്രിഡ് തുടങ്ങിയ വമ്പൻ ക്ലബ്ബുകൾ എല്ലാവരും താരത്തിൽ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് റൂമറുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നാലാമത്തെ താരം ഡേവിഡ് റൗം. RB ലീപ്സിഗിന് വേണ്ടി കളിക്കുന്ന ലെഫ്റ്റ് ബാക്ക് ആണ് ഡേവിഡ് റൗം. അവരുടെ ക്യാപ്റ്റൻ കൂടിയാണ് ഇദ്ദേഹം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലിവർപൂൾ എന്നിവർ ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 5 മാനുവൽ ന്യൂയറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. 40 വയസ്സുള്ള ഈ ഗോൾ കീപ്പറുടെ ബയേണുമായുള്ള കോൺട്രാക്ട് വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തോടു കൂടി പൂർത്തിയാവുകയാണ്. താരത്തെ സ്വന്തമാക്കാൻ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബ്രൈറ്റണ് താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരുടെ പരിശീലകന് വലിയ ഒരു താല്പര്യമുള്ള താരമാണ് മാനുവൽ ന്യൂയർ. ഇനി ആറാമത്തെ താരം മാനുവൽ ഉഗാർത്തെ. ഈ സീസണിൽ വേണ്ടത്ര അവസരങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉഗാർത്തേക്ക് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. ന്യൂകാസിൽ യുണൈറ്റഡ്, യുവന്റസ് എന്നിവർ ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏഴാമത്തെ താരം മൈക്കൽ ഒലീസെ. സലായുടെ പകരക്കാരനായി കൊണ്ട് താരത്തെ കൊണ്ടുവരാൻ ലിവർപൂളിന് താല്പര്യമുണ്ട്. പക്ഷേ ഒലീസയെ കൈവിടാൻ ബയൺ മ്യൂണിക്ക് ഒരുക്കമല്ല. മാത്രമല്ല താരം ഇപ്പോൾ ക്ലബിനകത്ത് ഹാപ്പിയാണ്. നിലവിൽ റയൽ മാഡ്രിഡ് ഉൾപ്പെടെയുള്ള പല ക്ലബ്ബുകളും താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി എട്ടാമത്തെ താരം റഫേൽ ലിയാവോ. നിലവിൽ ലിയാവോയുടെ ക്ലബ്ബുമായുള്ള ബന്ധം മോശമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയില്ല. FC ബാഴ്സലോണ, ബയൺ മ്യൂണിക്ക് എന്നിവരൊക്കെ താരത്തെ നിരീക്ഷിക്കുന്നുണ്ട്. 175 മില്യൺ യൂറോയാണ് താരത്തിന്റെ റിലീസ് ക്ലോസ്. പക്ഷേ ഒരു 80 മില്യൺ യൂറോയൊക്കെ ചിലവഴിച്ചാൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ സാധിക്കും. സൗദി അറേബ്യയിൽ നിന്നും ഈ പോർച്ചുഗീസ് താരത്തിന് ഇപ്പോൾ ഓഫറുകൾ ഉണ്ട്. ഒൻപതാമത്തെ താരം അത് വിക്ടർ മുനോസ് എന്ന താരമാണ്. റാഷ്ഫോർഡിനെ സ്ഥിരമായി നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുനോസിന് വേണ്ടി ശ്രമിക്കാൻ FC ബാഴ്സലോണ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ റയൽ മാഡ്രിഡ് അത് ബ്ലോക്ക് ചെയ്തേക്കും. ഒസാസുനക്ക് വേണ്ടി കളിക്കുന്ന ഈ താരത്തിന്റെ 50% റൈറ്റ് റയലിന്റെ കൈവശമാണ്. മാത്രമല്ല താരത്തെ തിരികെ എത്തിക്കാനും റയലിന് ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇനി പത്താമത്തെ താരം അത് ജോൺ ലുക്കുമി എന്ന താരമാണ്. FC ബാഴ്സലോണയ്ക്ക് ഒരു സെന്റർ ബാക്കിനെ അടുത്ത സമ്മറിൽ ആവശ്യമുണ്ട്. ബാസ്റ്റോണിയാണ് ഫസ്റ്റ് ഓപ്ഷൻ. എന്നാൽ അദ്ദേഹത്തെ ലഭിച്ചിട്ടില്ലെങ്കിൽ ബോലോഗ്ന താരമായ ജോൺ ലുക്കുമിക്ക് വേണ്ടി FC ബാഴ്സലോണ ശ്രമിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 11ാമത്തെ താരം അത് കമവിംഗയാണ്. വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഈ താരത്തിന് സ്ഥാനം നഷ്ടമായേക്കും എന്നാണ് റൂമറുകൾ. റയൽ മാഡ്രിഡ് ഇദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള ഒരുക്കത്തിലാണ്. പല ക്ലബ്ബുകളും കമവിംഗയിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി 12ാമത്തെ താരം ഗോൺസാലോ ഗാർഷിയാണ്. വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഇദ്ദേഹത്തിന് റയൽ മാഡ്രിഡ് വിടേണ്ടി വരും. കാരണം ക്ലബിന്റെ പ്ലാനുകളിൽ അദ്ദേഹത്തിന് ഇടമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എൻട്രിക്കിനെ തിരികെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താനാണ് റയൽ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗോൺസാലോ ഗാർഷ്യ വരുന്ന സമ്മറിൽ ക്ലബ്ബ് വിട്ടേക്കും. 13 ബ്രൂണോ ഫെർണാണ്ടസ്. ഈ താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടേക്കും എന്ന റൂമറുകൾ പുറത്തേക്ക് വരുന്നു. എന്നാൽ താരത്തെ കൈവിടാൻ ഇപ്പോൾ താല്പര്യമില്ല. അദ്ദേഹം തുടരും എന്ന് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രതീക്ഷിക്കുന്നത്. 8 ഗോളുകളും 18 അസിസ്റ്റുകളും ഈ സീസണിൽ സ്വന്തമാക്കിയ താരമാണ് ബ്രൂണോ ഫെർണാണ്ടസ്. 14 മാർക്ക് കസാഡോ. വരുന്ന സമ്മറിൽ FC ബാഴ്സലോണ ഇദ്ദേഹത്തെ വിറ്റേക്കും. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായ ടോട്ടൻഹാം, വെസ്റ്റ് ഹാം യുണൈറ്റഡ് എന്നിവർ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 20 മില്യൺ യൂറോ കസാഡോക്ക് വേണ്ടി ലഭിക്കും എന്നാണ് FC ബാഴ്സലോണ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 15 ലിയോ പെരേര. കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയ ഡിഫൻഡർ ആണ് ലിയോ പെരേര.
ഫ്ലമംഗോ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി തുർക്കി, സൗദി അറേബ്യ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. 2027 വരെയാണ് താരത്തിന് ഫ്ലമംഗോയുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നത്. 16 റോബർട്ട് ലെവൻഡോസ്കി. ഇദ്ദേഹത്തിന്റെ ബാഴ്സയുമായുള്ള കരാർ ഈ സീസണോട് കൂടി അവസാനിക്കുകയാണ്. AC മിലാൻ, യുവന്റസ്, ഷിക്കാഗോ ഫയർ, സൗദി അറേബ്യൻ ക്ലബ്ബുകൾ എന്നിവരൊക്കെ ലെവയിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. താരത്തെ ഒരു സീസൺ കൂടി നിലനിർത്താനാണ് FC ബാഴ്സലോണക്ക് താല്പര്യം. എന്നാൽ ഈ സീസണിന് ശേഷം മാത്രമാണ് റോബർട്ട് ലെവൻഡോസ്കി അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. 17 യൂരി ആൽബർട്ടോ. കൊറിന്ത്യൻസിന് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ താരമായ ഇദ്ദേഹം ഇറ്റലിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇറ്റാലിയൻ പൗരത്വം നേടിക്കഴിഞ്ഞു. ഇറ്റാലിയൻ ക്ലബ്ബുകളായ റോമ, ലാസിയോ എന്നിവർ യൂരി ആൽബർട്ടോയിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 18 നിക്കോ പാസ്. കോമോക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ താരത്തെ സ്വന്തമാക്കാൻ പല ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ട്. പക്ഷെ തിരികെ കൊണ്ടുവരാനാണ് റയലിന്റെ ഒരു പദ്ധതി. 9 മില്യൺ യൂറോ നൽകിക്കഴിഞ്ഞാൽ താരത്തെ തിരികെ കൊണ്ടുവരാൻ റയലിന് സാധിച്ചേക്കും. 19 സാൻഡ്രോ ടൊണാലി. ആഴ്സണൽ, മാഞ്ചസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിവരൊക്കെ ടൊണാലിയിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ കൈവിടണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡ് ഒരു തീരുമാനം എടുത്തിട്ടില്ല. വിൽക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് 100 മില്യൺ പൗണ്ടെങ്കിലും ഈ ക്ലബ്ബ് ആവശ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഇനി 20ാമത്തെ താരം അത് മറ്റൊരു ന്യൂകാസിൽ യുണൈറ്റഡ് താരമായ ആന്റണി ഗോർഡനാണ്. താരത്തെ സ്വന്തമാക്കാൻ ബയേൺ മ്യൂണിക്ക് രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ക്ലബ്ബ് വിടാൻ ആന്റണി ഗോർഡൻ തയ്യാറാണ്. ആഴ്സണൽ, ലിവർപൂൾ എന്നിവരൊക്കെ താരത്തെ നിരീക്ഷിക്കുന്നുണ്ട്. 100 മില്യൺ യൂറോ എന്തായാലും ന്യൂകാസിൽ യുണൈറ്റഡ് ആവശ്യപ്പെടും എന്ന കാര്യത്തിൽ തർക്കങ്ങൾ ഒന്നുമില്ല. ഇങ്ങനെ 20 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.